കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം തെളിവുകളും വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവയെല്ലാം തന്നെ മറ്റുള്ളവരിൽ ആശ്ചര്യമുളവാക്കുന്നവയുമാണ്. എന്താണ് കാരണം? മനുഷ്യനാൽ പരിഹരിക്കപ്പെടാത്തവയാണ് ക്രിസ്തു പരിഹരിക്കുന്നത്. തന്നെ പിൻപറ്റിയ പുരുഷാരങ്ങൾ ആരും തന്നെ നിരാശരായി പിൻവാങ്ങിയ ചരിത്രവും കാണുന്നില്ല. ആവശ്യബോധത്തോടെ ക്രിസ്തുവിനെ സമീപിച്ചവർക്കെല്ലാം പ്രത്യക്ഷമായ രക്ഷയും രോഗസൗഖ്യവും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ലഭിച്ചിരുന്നു. വിദ്യാസമ്പന്നനോ വിദ്യാഹീനനോ എന്ന വ്യത്യാസമില്ലാതെ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുവാൻ താൻ ഈ ഭൂമിയിലേക്ക് വന്നുവെന്ന് തന്നെ അനുഗമിക്കുന്നവരുടെ ഹൃദയത്തിൽ ക്രിസ്തു പ്രകാശിപ്പിച്ചിരുന്നു. ക്രിസ്തുവിനെ ഒരു ഗുരു മാത്രമായി ചിത്രീകരിക്കുന്ന സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്റെ ശിഷ്യന്മാരോട് യേശു ഇപ്രകാരം ചോദിക്കുന്നു: ഞാൻ ആരെന്ന് നിങ്ങൾ പറയുന്നു? ഈ ചോദ്യത്തിന് പത്രോസ്: കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെ എന്ന് പത്രോസ് പറയുന്നു. ഈ തിരിച്ചറിവ് തന്നെ അനുഗമിച്ചിരുന്ന എല്ലാവർക്കും വെളിപ്പെട്ടിരുന്നില്ല. തുടർവാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. അനുഗാമികൾ അനേകമുണ്ടെങ്കിലും ക്രിസ്തു ദൈവമെന്നുള്ള തിരിച്ചറിവില്ലാതെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ടുള്ള അനുഗാമികളുടെ യാത്രയ്ക്ക് പരിസമാപ്തി കുറിക്കേണ്ടതായി വരും. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം ഒരു ശമരിയ സ്ത്രീയെ പരിചയപ്പെടുത്തുന്നു. വെള്ളം കോരുവാനായി കിണറിന്റെ അടുക്കിലേക്ക് വന്ന ആ സ്ത്രീയോട് യേശു കർത്താവ് സംസാരിക്കുകയും അവളുടെ ജീവിതത്തിന്റെ ശൂന്യാവസ്ഥകളെ അവളോട് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. തന്നോട് സംസാരിക്കുന്ന ആൾ മശിഹ ആണെന്നുള്ള ബോധം അവൾക്കുണ്ടാവുകയും തുടർന്ന് ശമരിയ പട്ടണത്തിലേക്ക് ചെന്ന് തന്റെ ജീവിതത്തിലെ കുറവുകളെ ഒരുവൻ തന്നോട് ബോധ്യപ്പെടുത്തിയെന്ന് സാക്ഷ്യവും ചൊല്ലുന്നു. ഇനിയാണ് ദൈവപ്രവർത്തിയുടെ മാസ്മരികത കാണുന്നത്. യോഹന്നാൻ 4:39 സ്ത്രീ പറഞ്ഞ സാക്ഷ്യ നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുതയുണ്ട്. ഒരുവൻ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ 3 വിധ കാര്യങ്ങളുണ്ട്. ആ 3 വിധ കാര്യങ്ങളും ഈ സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. വ്യക്തമാക്കാം. സ്ത്രീയുടെ സാക്ഷ്യ നിമിത്തം പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. 1. ക്രിസ്തുവിങ്കിലേക്ക് ഒരു വ്യക്തി അടുക്കുന്നതിനുള്ള ആദ്യ പടി എന്നത് അവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി, ശമര്യർ അവന്റെ അടുക്കിലേക്ക് വന്നു എന്ന തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നു. അവർ വിശ്വസിക്കുക മാത്രമല്ല ചെയ്തത്, ക്രിസ്തുവിങ്കിലേക്ക് അടുക്കുന്നതിനുള്ള രണ്ടാമത്തെ ഘട്ടമായി അവന്റെ അടുക്കിലേക്ക് വന്നു എന്നുള്ള വാക്യവും ക്രിസ്തുവിലാകുന്നതിന്റെ രണ്ടാമത്തെ ഘട്ടമാണ്. മൂന്നാമതായി, തങ്ങളോട് കൂടെ പാർക്കണമെന്ന് ശമര്യർ കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഒന്ന് പാർക്കണമേ. അങ്ങേ ഞങ്ങൾക്ക് അടുത്തറിയുവാൻ അത് കാരണമാകുമല്ലോ. അങ്ങയുടെ തിരുവായ്മൊഴികളെ ശ്രവിപ്പാൻ ഞങ്ങൾക്ക് കഴിയുമല്ലോ. ഇങ്ങനെയുള്ള ചിന്തയോടെ അവർ കർത്താവിനോട് അപേക്ഷിച്ചു. ഹൃദയത്തിന്റെ വിങ്ങലുകളെയും ആവശ്യബോധത്തോടെയുള്ള സമീപനത്തെയും മനസ്സിലാക്കിയ കർത്താവ് 2 നാൾ അവിടെ പാർത്തുവെന്ന് യോഹന്നാൻ 4:40 പറയുന്നു. മാത്രമല്ല, ഏറ്റവും അധികം പേർ അവനിൽ വിശ്വസിച്ചുവെന്നും തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നു. ക്രിസ്തു ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് പിന്നീടുള്ള വാക്യങ്ങളിൽ കാണുന്നത്. വളരെ ആശ്ചര്യമുളവാക്കുന്ന വാചകങ്ങളാണിത്. അതിപ്രകാരമാണ്: ശമര്യർ സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു: ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. ഈ തിരിച്ചറിവാണ് ക്രിസ്തു ഒരു മനുഷ്യനിൽ വന്നാൽ സംഭവിക്കുന്നത്. നമ്മുടെ ആത്മീക കണ്ണുകളിൽ മൂടപ്പെട്ട അസത്യത്തിന്റെയും അന്ധതയുടെയും മൂടുപടങ്ങളുണ്ട്. യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മൂടുപടങ്ങളെല്ലാം തന്നെ പൊട്ടിമാറുന്നതിന് കാരണമാകും.